2020 വേൾഡ് കപ്പിലെ നിർണായക മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണല്ലോ. വൈകുന്നേരം 7 മണിക്ക് സിംബാബ്വെയെ ഇന്ത്യ നേരിടുമ്പോൾ അതുപോലെ തന്നെ ഇന്ത്യക്ക് നിർണായകമായ മറ്റൊരു മത്സരവും ഇന്ന് നടക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ. ഇതിന്റെ ഫലവും ഇന്ത്യക്ക് നിർണായകമാണ്. സൗത്ത് ആഫ്രിക്ക ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത 2 മത്സരങ്ങളും വിജയിച്ച് സെമിയിലേക്ക് മുന്നേറാം. എന്നാൽ ഇന്ന് സൗത്ത് ആഫ്രിക്ക തോറ്റാൽ ഇന്ത്യക്ക് പണിയാകും. ഇന്ത്യയുടെ സാധ്യത 11 എങ്ങനെയായിരിക്കും? ഇടങ്കയ്യൻ ബാറ്റർമാരാണ് കൂടുതലും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലങ്കയ്യൻ ബാറ്ററെ കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ പ്ലേയിങ് 11ലേക്ക് വരേണ്ടി വരും. അദ്ദേഹം വന്നാൽ ആരായിരിക്കും പുറത്താകുക? അഭിഷേക് ശർമ്മയോ, തിലക് വർമ്മയോ, റിങ്കു സിംഗോ? അഭിഷേകിനെ ഇന്ത്യ കൈവിടാൻ സാധ്യതയില്ല. ഓപ്പണിംഗിൽ അദ്ദേഹം തന്നെ കാണുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ തിലക് വർമ്മ, റിങ്കു സിംഗ് ഇവരിൽ ഒരാളായിരിക്കും പുറത്താകുക. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ എന്ന ഒരു ഇടം വലങ്കൈ കൂട്ടുകെട്ട് ഓപ്പണിംഗിൽ ഇന്ത്യക്ക് കിട്ടുകയും ചെയ്യും. പിന്നീട് ഇഷാൻ കിഷൻ വരും. അതിനുശേഷം സൂര്യകുമാർ യാദവ് ആയിരിക്കും ക്രീസിലേക്ക് വരുന്നത്. അതിനുശേഷം ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ, പിന്നീട് റിങ്കു സിംഗ് അല്ലെങ്കിൽ തിലക് വർമ്മ ഇവരിൽ ഒരാളായിരിക്കും എത്തുക. അതിനുശേഷം അക്സർ പട്ടേൽ, പിന്നീട് അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു സാധ്യത 11. ചെപ്പോക്കിലാണ് ഇന്ന് കളി നടക്കുന്നത്. ചെപ്പോക്ക് സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചാണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. എന്തായാലും സഞ്ജുവിൽ നിന്നും ഒരു വെടിക്കെട്ട ഇന്നിംഗ്സ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് IPL-ൽ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ ഇറങ്ങുമ്പോൾ സഞ്ജുവിൽ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷകളാണ് ഇപ്പോഴുള്ളത്.